കൊല്ലം സ്വദേശിയും പരിസ്ഥിതി സ്നേഹിയുമായ ഒരു ചെരുപ്പ് കുത്തിയുണ്ട് കോളയാടിൽ. മേദിനത്തിൽ പരിസ്ഥിതി സ്നേഹിയും ചെരുപ്പ് കുത്തിയുമായ എ ബാലകൃഷ്ണന്റെ വിശേഷങ്ങൾ അറിയാം. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിന്റെ ചുറ്റുപാടും സ്വന്തം ചെലവിൽ പൂച്ചെടികൾ നട്ടു നനയ്ക്കും. തൊഴിൽ സ്ഥലത്തോട് ചേർന്നുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പരിസരവും ശുചിയാക്കും. യാത്രക്കാർക്ക് ശുദ്ധജലം നൽകും. ബസ് കാത്തിരിപ്പ് സമയത്ത് വായിക്കാൻ പത്രങ്ങളും മാസികകളും സൂക്ഷിക്കുകയും യാത്രക്കാരെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പഞ്ചായത്ത് വക ശുചിമുറി വൃത്തിയാക്കും. തൊഴിൽ സമയവും ചെടികളുടെ പരിപാലനവും കഴിഞ്ഞാൽ ബാക്കി സമയം ചെസ് കളിക്കും. ഇങ്ങനെ പോകുന്നു എ ബാലകൃഷ്ണൻ എന്ന കൊല്ലം സ്വദേശിയുടെ ഒരു ദിവസത്തെ ജീവിതം. ഒരു 23 വർഷത്തിനകത്താണ്. ഇപ്പോൾ ഒരു സേവനം എന്ന നിലയ്ക്ക് വെയിറ്റിംഗ് ഷെഡും ഞാനിരിക്കുന്ന പരിസരവും ഈ കമ്പാർട്ടേഷൻ്റെ പരിസരവും ഒക്കെ വൃത്തിയായി കിടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെടികൾ വെക്കുകയും അതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്യും. 24 വർഷം മുമ്പ് കൊല്ലത്തു നിന്നാണ് ബാലകൃഷ്ണൻ കോളയാടിൽ എത്തിയത്. കൊല്ലത്ത് പന്തൽ പണിയായിരുന്നു. കോളയാടിൽ എത്തിയപ്പോൾ ആദ്യം ചെരുപ്പൂത്തൽ തൊഴിലായി സ്വീകരിച്ചു. പിന്നീട് അത് തുടർന്നു. പ്രായം കൂടിയപ്പോൾ തൊഴിൽ വിടാതെ മറ്റ് സേവനങ്ങളിലേക്കും തിരിഞ്ഞു. മഴക്കാലമായാൽ കൂടെ നന്നാക്കും. ചെസ് കളിയിലെ കമ്പം മൂലം അറയങ്ങാട്ടെ വീട്ടിന് ചെസ് ഭവനം എന്നാണ് പേരിട്ടത്. കോളയാട് ഗ്രാമപഞ്ചായത്ത് നൽകിയ 4 സെന്റ് ഭൂമിയിൽ ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീടിന്റെ പണികൾ പുരോഗമിക്കുകയാണ്. പരന്ന വായനാശീലമാണ് ബാലകൃഷ്ണന്റെ മറ്റൊരു പ്രത്യേകത. ഐ വിഷൻ ന്യൂസ്, പേരാവൂർ.